പ്രേക്ഷകർക്കും ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീനിധി പ്രദീപ്. നോക്കാം വാർത്തകൾ വിശദമായി. കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കപ്പൽ ജീവനക്കാരൻ കൊല്ലപ്പെട്ടതായി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. ഖത്തർ സ്വദേശിയാണ് കൊല്ലപ്പെട്ടത്. ആക്രമണം നടന്നത് എവിടെയാണെന്ന് വ്യക്തമല്ല. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് കൂടി ചേരുന്നുണ്ട്. റഹീസ്, എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ശ്രീനിധി, ഏത് ഭാഗത്താണ് ആക്രമണം ഉണ്ടായത് എന്നുള്ളത് ഈ ഖത്തർ പുറത്തുവിട്ട വിശദീകരണ കുറിപ്പിൽ ഇല്ല. അതായത് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അല്പസമയം മുൻപാണ് ഇത്തരത്തിലൊരു കുറിപ്പ് പുറത്തുവിടുന്നത്. അതിൽ ഖത്തർ കോസ്റ്റൽ പട്രോൾസ് നടത്തിയ ഒരു പരിശോധനയിൽ തങ്ങളുടെ ഒരു കപ്പലിന് നേർക്ക് ആക്രമണം ഉണ്ടാവുകയും അതിൽ 2 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെന്നും മറ്റൊരാൾക്ക് പരിക്കേറ്റു എന്നുമുള്ള വിവരങ്ങളാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ ഈ ഖത്തർ സ്വദേശിയാണ് കൊല്ലപ്പെട്ടതെന്ന് വ്യക്തം. ഒരാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുകൂടി പറയുന്നുണ്ട്. അതായത് ഈ ശനിയാഴ്ച വൈകിട്ടോടുകൂടി തിരികെ എത്തേണ്ടിയിരുന്ന കപ്പൽ അന്ന് എത്തിയില്ല. അതിന്റെ ഭാഗമായി ഞായറാഴ്ച രാവിലെ, അതായത് ഇന്ന് രാവിലെ പരിശോധന നടത്തി. ആ പരിശോധന നടത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ കപ്പൽ കാണപ്പെട്ടു. അതിൽ ആണ് ഒരു ജീവനക്കാരൻ കൊല്ലപ്പെട്ട നിലയിൽ ഉണ്ടായിരുന്നത്. മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ച് ഉണ്ടായ ഒരു അപകടമാണ്. ആക്രമണത്തിൽ ഉണ്ടായ ഒരു കൊലപാതകമാണ് അല്ലെങ്കിൽ ഒരു മരണമാണ് എന്ന നിലയിലേക്കാണ് ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ അത് ഖത്തറിന്റെ എവിടെയാണ് അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായതെന്ന് വ്യക്തമല്ല. നമുക്കറിയാം, ഇന്ന് രാവിലെ ബഹ്റൈനിൽ ആക്രമണം ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ കുവൈറ്റിൽ ആക്രമണം ഉണ്ടായിരുന്നു. ഖത്തർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സിമ്പിൾ അലേർട്ടുകൾ നൽകുകയോ അല്ലെങ്കിൽ തങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കപ്പെടുന്നു എന്നുള്ള ഒരു സൂചന നൽകുകയോ ചെയ്തിരുന്നു. പക്ഷേ ഖത്തറിന്റെ തീരം ലക്ഷ്യമാക്കിയും ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ ഇതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും നിലവിൽ ഒരാൾ കൊല്ലപ്പെട്ടു, ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇത് ഏത് കപ്പലാണെന്നോ അല്ലെങ്കിൽ മറ്റ് എവിടെ വെച്ചിട്ടാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത് അല്ലെങ്കിൽ ആക്രമണം നേരിട്ടത് എന്നുള്ളതൊന്നും വ്യക്തമല്ല. എന്തായാലും നിലവിൽ ഒരാൾക്ക് കൂടി ഇത്തരത്തിലൊരു സംഘർഷത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ആക്രമണങ്ങളുടെ ഭാഗമായി ഒരു ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണത്തിൽ ഒരാൾ കൂടി വർദ്ധിക്കുകയാണ്. അതൊരു ഖത്തർ സ്വദേശിയാണ്, കപ്പൽ ജീവനക്കാരനാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശ്രീനിധി. ശ്രീ മുഹമ്മദ് റഹീസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. പശ്ചിമേഷ്യയിൽ വീണ്ടും പോർമുഖം തുറന്ന് അമേരിക്കയും ഇറാനും. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതിന് തിരിച്ചടിയായി ബഹ്റൈനിലെയും കുവൈറ്റിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഇറാൻ ആക്രമിച്ചു. ഇറാനെ ഇല്ലാതാക്കുമെന്ന ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി. ഹോർമുസ് കടലിടുക്കിൽ പുതിയ കപ്പൽപാത അംഗീകരിക്കില്ലെന്ന് ഇറാൻ നിലപാടെടുത്തതോടെയാണ് ഇറാനും അമേരിക്കയും തമ്മിൽ പുതിയ സംഘർഷങ്ങൾക്ക് തുടക്കമായത്. വ്യാഴാഴ്ച ഒമാന്റെ ഓരത്തുകൂടിയുള്ള പുതിയ കപ്പൽപാതയിലൂടെ സഞ്ചരിച്ച സിംഗപ്പൂർ ചരക്കുകപ്പലായ എവർ ലവ്ലി ഇറാൻ ആക്രമിച്ചതിന് മറുപടിയായി ഇറാന്റെ ഡ്രോൺ മിസൈൽ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി. അതിനു മറുപടിയായാണ് ബഹ്റൈനിലെ അമേരിക്കൻ സൈനിക താവളം ഇറാൻ ആക്രമിച്ചത്. ഇതിനു പിന്നാലെയാണ് ഇന്നലെ പാനമ പതാകയുള്ള MT കിക്ക് എന്ന എണ്ണക്കപ്പൽ ഇറാൻ ആക്രമിച്ചത്. തുടർന്ന് ഇറാന്റെ സൈനിക നിരീക്ഷണ സൗകര്യങ്ങൾ, ആശയവിനിമയ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഡ്രോൺ ശേഖരം എന്നിവ ലക്ഷ്യമാക്കി സിറിക്കിലേക്കും ഖഷാം ദ്വീപിലേക്കുമടക്കം 10 ഇടങ്ങളിലേക്ക് അമേരിക്ക ആക്രമണം നടത്തി. കുവൈത്തിലേക്കും ബഹ്റൈനിലേക്കും ആക്രമണം നടത്തിയായിരുന്നു ഇറാന്റെ തിരിച്ചടി. ഇതിനു പിന്നാലെ ഇറാനെതിരെയുള്ള നടപടി നയതന്ത്രത്തിലൂടെയല്ല, മറിച്ച് സൈനികമായി പൂർത്തീകരിക്കാൻ അമേരിക്ക നിർബന്ധിതമായേക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചു. അങ്ങനെ ചെയ്താൽ ഇറാൻ ബാക്കിയുണ്ടാകില്ലെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഭീഷണി മുഴക്കി. പുതിയ കപ്പൽപാത ഉപയോഗിക്കുന്ന കപ്പലുകൾക്കെതിരെ ഇതുവരെയുണ്ടാക്കാത്ത വിധം ശക്തമായ ആക്രമണം അഴിച്ചുവിടുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പ്രഖ്യാപിച്ചു. തെക്കൻ ലബനോണിൽ വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രായേലും ഹിസ്ബുള്ളയും ആക്രമണം തുടരുകയാണ്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തിയിലേക്ക് വീണിരിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ഇറാൻ. അടുത്ത 30 ദിവസത്തേക്ക് ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി. അമേരിക്കൻ ആക്രമണം സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കാൻ ഇടയാക്കുമെന്നും അരക്ചി. യുദ്ധകുറ്റങ്ങൾക്ക് അമേരിക്കൻ ഇസ്രയേൽ നേതാക്കളെ വിചാരണ ചെയ്യണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനയി പ്രതികരിച്ചു. ബഹ്റൈനിലും കുവൈറ്റിലും ഇറാൻ നടത്തിയ ആക്രമണത്തെ അപലപിച്ച് UAE. 2 ഗൾഫ് രാജ്യങ്ങളുടെയും പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനമാണ് ആക്രമണമെന്ന് UAE വിമർശിച്ചു. ബഹ്റൈനിലെയും കുവൈറ്റിലെയും സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ആക്രമണങ്ങൾ ഭീഷണിയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ പറഞ്ഞു. ഇരു രാജ്യങ്ങളുമായും UAEയുടെ പൂർണ്ണ ഐക്യദാർഢ്യം മന്ത്രാലയം ആവർത്തിച്ച് വ്യക്തമാക്കി. ഗൾഫിൽ പുതിയ സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകിയതിനെ തുടർന്നാണ് UAE പ്രസ്താവന പുറപ്പെടുവിച്ചത്.
ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും വീണ്ടും തങ്ങളെ ലക്ഷ്യം വെച്ചതായി ബഹ്റൈൻ പറഞ്ഞു. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. സമരം തുടരുന്ന തൃശൂർ ജൂബിലി അമല ആശുപത്രികളിലെ മാനേജ്മെന്റുകളുമായി UNA നടത്തിയ ചർച്ച പരാജയം. മിനിമം വേതനത്തിന്റെ കാര്യത്തിൽ സർക്കാർ തലത്തിൽ തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടിലാണ് മാനേജ്മെന്റുകൾ. ബിഷപ്പ് ഹൌസിന് മുൻപിലെ സമരം അവസാനിപ്പിക്കില്ലെന്ന് നഴ്സസ് അറിയിച്ചു. ADM വന്ന് ചർച്ച നടത്തിയിട്ടും നഴ്സസ് പിന്മാറാൻ തയ്യാറായില്ല. ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ചർച്ച വീണ്ടും പരാജയപ്പെടുന്നു. അപ്പോഴും നഴ്സസ്മാർ വീണ്ടും സമരം തുടരുമെന്ന കാര്യം കൂടി അറിയിച്ചിരിക്കുകയാണല്ലേ? തീർച്ചയായും ശ്രീനിധി, ചർച്ച പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു. കാരണം മാനേജ്മെന്റ് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതൊരു മർക്കട മുഷ്ടിയാണ്, അല്ലെങ്കിൽ ഒരു എടുത്താൽ പൊങ്ങാത്ത ഒരു ഇരുമ്പുലക്ക എന്ന തരത്തിലേക്ക് അവർ മാറുന്നു എന്നാണ് നഴ്സുമാരുടെ ഒരു ആക്ഷേപമുള്ളത്. മറ്റ് ആശുപത്രികളെല്ലാം തന്നെ, അതായത് കേരളത്തിലെ മറ്റ് ആശുപത്രികളെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ ആ വേതന വർധനവ് നടപ്പാക്കിയിട്ടും ഇവർ ജൂബിലിയും അമലയും അത് നടപ്പാക്കുന്നില്ല. ഏതാണ്ട് 3 മാസക്കാലമായി തെരുവിലവർ സമരത്തിലായിരുന്നു. വിവിധ ഘട്ടങ്ങളിൽ അത് മാധ്യമങ്ങളിലൂടെ വാർത്തയായി വന്നതാണ്. ആ ഒരു ഘട്ടത്തിലാണ് മന്ത്രി തലത്തിലൊക്കെയുള്ള ഇടപെടൽ വന്നത്. പക്ഷേ അപ്പോഴും ഒരു ഘട്ടത്തിൽ പോലും ഈ മാനേജ്മെന്റുകൾ, ജൂബിലി അമല, 2 മാനേജ്മെന്റുകളും വഴങ്ങാൻ തയ്യാറായിരുന്നില്ല. ഇന്നെന്തായാലും മാനേജ്മെന്റ് തല ചർച്ചയാണ് നടന്നത്. ആ ഒരു ചർച്ചയിൽ കൃത്യമായ രീതിയിൽ അവർ പറഞ്ഞു വെച്ചത് മന്ത്രിതലത്തിൽ, സർക്കാർ തലത്തിൽ ഒരു തീരുമാനം വരട്ടെ, എന്നിട്ട് മാറാമെന്നാണ്. പക്ഷേ ആ തീരുമാനത്തിന് കാത്തു നിൽക്കാതെ തന്നെ എത്രയും പെട്ടെന്ന് നഴ്സുമാർ ബിഷപ്പ് ഹൗസിന് മുന്നിലേക്ക്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബിഷപ്പ് ഹൗസിന് മുന്നിലേക്ക് അവർ മാർച്ച് ചെയ്യുകയാണ് ഉണ്ടായത്. ഏതാണ്ട് 100 കണക്കിന് നഴ്സുമാരുണ്ട്, അവരുടെ കുടുംബാംഗങ്ങളുണ്ട്. അവരൊരു കാരണവശാലും ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നൊരു നിലപാടിലേക്ക് അവർ മാറി നിൽക്കുന്നു. ഒരു ഭാഗത്ത് പോലീസുണ്ട്, ACPയും അതുപോലെ തന്നെ ADM അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് ചർച്ചയ്ക്ക് വന്നു. ജില്ലാ കളക്ടർ എന്തായാലും ഇതുവരെ ഇത്ര വലിയൊരു സമരം ഇവിടെ നടന്നിട്ടും ജില്ലാ കളക്ടർ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല എന്നതും നമ്മൾ കാണാതിരുന്നുകൂടാ. എന്തായാലും പോലീസ് ഒരു ഭാഗത്തുണ്ട്. ഏതെങ്കിലും തരത്തിലൊരു ആക്ഷനിലേക്ക് പോയാൽ തങ്ങൾ പ്രതിരോധിക്കുമെന്ന് നഴ്സുമാർ പറഞ്ഞു. സഹന സമരമാണെന്ന് നഴ്സുമാർ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ പോലീസ് റോഡിന്റെ ഒരു ഭാഗത്തേക്ക് മാറിയിരിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു. ആ ഒരു ഘട്ടത്തിൽ പോലും നഴ്സുമാർ പറഞ്ഞത് തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കട്ടെ, എന്നിട്ട് തങ്ങൾ മറ്റ് തലത്തിലേക്ക് കാര്യങ്ങൾ മാറ്റാം, ഒരു ചർച്ചയിലേക്ക് വീണ്ടും അവർ ഈ രാത്രിയെങ്കിൽ രാത്രി വരട്ടെ, നിലപാടുകൾ പരിഗണിക്കാമെന്ന് പറയട്ടെ എന്നാണ് നഴ്സുമാർ പറയുന്നത്. ഈ ഒരു സമരത്തെ കാണാതിരുന്നുകൂടാ. അതുകൊണ്ട് തന്നെ മുഴുവൻ അവരുടെ കുടുംബാംഗങ്ങൾ അടക്കമുള്ള ആളുകൾ ഇവിടെ തുടരുകയാണ്. ചേച്ചി, രാത്രിയും തുടരാൻ തന്നെയാണ് തീരുമാനം. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ഉണ്ടാവണ വരെ നമ്മളിവിടെ ഇരിക്കും. ബിഷപ്പ് ഹൗസാണ് വിശ്വാസികളെ അത് ബാധിക്കുമെന്നുള്ള തരത്തിലൊക്കെയാണ് അവർ ഇത്തരത്തിൽ അതിനെ പ്രതിരോധിക്കുന്നത്. അതിനെങ്ങനെയാണ് നിങ്ങൾ പ്രതിരോധിക്കുക ഈ റോഡിലിരിക്കുമ്പോൾ? വിശ്വാസം പിതാവിനോടാണല്ലോ വിശ്വാസം, ദൈവത്തിനോടാണല്ലോ വിശ്വാസം. അതെല്ലാവർക്കും എന്തായാലും ഉണ്ട് വിശ്വാസം. അത് വേറെ ആരും ഒരു തരത്തിലും ബാധിക്കില്ല. എന്തായാലും തന്നെ ഇരിക്കാനാണ്. മഴ, ശക്തമായ മഴ മുന്നറിയിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ കോട്ട അതിനൊക്കെ ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾ 100-105 ദിവസമായി ഇപ്പോൾ സമരം തുടരുന്നു. ഇത്ര നാളും 3 മാസം ഞങ്ങൾ വെയിലത്താണ് ഇരുന്നതിന്. മഴയൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഇപ്പോൾ കുടുംബാംഗങ്ങളൊക്കെ എത്തിയിട്ടുണ്ടോ? എന്താണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്? കാരണം ഇപ്പോൾ നിങ്ങളുടെ സമരം അവിടെ ചർച്ച പരാജയപ്പെട്ടു. അവർ മന്ത്രിതലത്തിലൊരു തീരുമാനം വരട്ടെ എന്നാണ് പറയുന്നത്. അതിനോട് യോജിക്കാൻ കഴിയുമോ? അതെ, ഇപ്പോൾ മന്ത്രിതലത്തിൽ തീരുമാനം പറയാം. ഇവർ പറഞ്ഞ ഈ മന്ത്രിമാർ തന്നെയാണ് മുന്നേ നമ്മൾ കണ്ടതും ഈ ചർച്ചയ്ക്ക് വരും ഉറപ്പാക്കുന്നൊക്കെ പറഞ്ഞ് ആ മീറ്റിങ്ങുകളൊക്കെ മാറിപ്പോയിട്ടുള്ളത്. അപ്പോൾ ഇനി അങ്ങനെ ഒരു വിശ്വാസമായിട്ട് പോവാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ വീട്ടുകാരും കൂടെ വന്നിരിക്കുകയാണ്. അവർക്കും അതിനോട് പൊരുത്തപ്പെടാൻ. രാത്രിയാ ചേട്ടാ, അപ്പോൾ ഈ കുട്ടികളടക്കമുള്ള ആളുകളാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ അല്ല, ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം മുന്നേ പ്ലാൻ ചെയ്തതല്ല. ഇന്ന് ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ ബിഷപ്പ്, ഞങ്ങളുടെ ചെയർമാൻ കൂടിയായ ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു ചർച്ച ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ വെച്ച് അമല മാനേജ്മെൻറ്റും ജൂബിലി മാനേജ്മെൻറ്റും ഉൾപ്പെടെ ഒരു ചർച്ച വിളിച്ചിരുന്നു. ആ ചർച്ചയിൽ ഇത് പരിഹരിക്കപ്പെടുമെന്നുള്ള 100% വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഫാമിലികളൊക്കെ ഇവിടെ എത്തിച്ചേർന്നത്. ഇത് വിജയിച്ച് ഇന്ന് ഈ സമരത്തിനൊരു അവസാനം ഉണ്ടാകും, ആ ഒരു സന്തോഷത്തിൽ പങ്കാളികളാകാം എന്ന് കരുതിയിട്ടാണ് വന്നത്. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചതിന് നേരെ വിരുദ്ധമായിട്ട് ബിഷപ്പ് പറഞ്ഞത്, ഇവരാദ്യം തന്നെ പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിലപാടിൽ ഒരു കുറച്ചും കൂടെ സൗഹാർദ്ദപരമായിട്ട് അദ്ദേഹം പറഞ്ഞു എന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നാളെ തന്നെ ഇരു മാനേജ്മെൻറ്റ് പ്രതിനിധികളും യൂണിറ്റ് നേതൃത്വവും ആയിട്ട് നേരെ VD സതീഷിനെ പോയി കാണുന്നു. അതേ സാറിനെയും അതുപോലെ തന്നെ ഒരു മന്ത്രിതലത്തിലൊരു തീരുമാനം വേണമെന്നല്ലേ പറയുന്നത്. നിങ്ങൾ നിലവിലെ വേതന വ്യവസ്ഥ അംഗീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. മാനേജ്മെൻറ്റ് പറയുന്നത് ഇതാണ്, ഇതുപോലെ തൊഴിൽ വകുപ്പിനെ നേരിട്ട് പോയി കണ്ടിട്ട് എത്രയും വേഗം മിനിമം വേതനം, പുതുക്കിയ മിനിമം വേതനം നടപ്പിലാക്കാനായിട്ടുള്ള ഇടപെടൽ ബിഷപ്പിൻ്റെ നേതൃത്വത്തിലുണ്ടാവും. അതുവരെ നിങ്ങൾ സമരം അവസാനിപ്പിക്കുക, എന്നിട്ട് എന്നാണോ ഇത് പ്രാവർത്തികത്തിൽ വരുന്നത് അന്ന് നമുക്കിത് തരാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങൾ ആവശ്യപ്പെട്ടു
അത് സാഹതാർഹമാണ്. നമുക്ക് ഒരു ഒരുമിച്ച് തന്നെ പോവാം. പക്ഷേ അതിനു മുമ്പ് ഇത് വേതന വ്യവസ്ഥ ഇപ്പം നിലവിൽ ഇരിക്കുന്ന മിനിമം വേതനം എന്ന് പറഞ്ഞാൽ നിലവിൽ ഏകദേശം 100 ദിവസമാണ് സമരം പിന്നിടുന്നത്. എന്നാൽ ഇന്ന് വിളിച്ചു ചേർത്ത ചർച്ചയിൽ ഏറെ പ്രതീക്ഷയോടെയാണ് അവർ കാത്തിരുന്നത്. എന്നാൽ ചർച്ച അവസാനിക്കുമ്പോൾ ചർച്ച തങ്ങളുടെ ആവശ്യങ്ങളൊന്നും പരിഗണിക്കപ്പെടുന്നില്ല. ചർച്ച പൂർണ്ണ പരാജയമാകുന്നു. ഇനിതാ സമയം ഏറെ രാത്രിയായിട്ടും ഇപ്പോഴും നഴ്സുമാർ സമരം തുടരുകയാണ്. ശ്രീകുമാറിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സൗദി അറേബ്യയിലെ ദമാമിലുണ്ടായ വാഹനാപകടത്തിൽ 2 മലയാളികൾ മരിച്ചു. കണ്ണൂർ സ്വദേശികളായ സജീം, ശ്രീലേഷ് എന്നിവരാണ് മരിച്ചത്. ദമാം ജുബൈൽ ഹൈവേയിൽ ഗദീഫ സെൻട്രൽ ആശുപത്രിക്ക് സമീപം ഇന്നലെ രാത്രിയായിരുന്നു അപകടം. ദമാമിൽ ബിസിനസ് ചെയ്യുന്ന സജീവും ജീവനക്കാരനായ ശ്രീലേഷും റാസനൂറയിൽ നിന്ന് മടങ്ങുകയായിരുന്നു. ഇവർ സഞ്ചരിച്ച കാറിലേക്ക് മറ്റൊരു വാഹനം വന്നിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട് പലതവണ മറിഞ്ഞ കാർ റോഡരികിലെ കുഴിയിലേക്ക് വീഴുകയായിരുന്നു. സൗദി അറേബ്യയിൽ അരാംകോ കമ്പനിയുടെ ഹെലികോപ്റ്റർ തകർന്നു വീണ് 14 പേർ മരിച്ചു. ഇന്ന് രാവിലെ 6 മണിക്ക് റാസനൂറയിലാണ് അപകടമുണ്ടായത്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 14 പേരും സൗദി പൗരന്മാരാണെന്ന് ഊർജ്ജ മന്ത്രാലയം വ്യക്തമാക്കി. സൗദി അറേബ്യയിലെ പൊതുമേഖലാ എണ്ണ കമ്പനിയായ അരാംകോയുടെ ഹെലികോപ്റ്ററാണ് ഇന്ന് രാവിലെ അപകടത്തിൽപ്പെട്ടത്. റാസ്തന്നൂറയിലുള്ള കമ്പനിയുടെ പ്രവർത്തന മേഖലയിൽ വെച്ച് രാവിലെ 6 മണിയോടെ ഹെലികോപ്റ്റർ തകർന്നു വീണു. അപകടം നടന്ന ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തകരും സ്ഥലത്തെത്തി. എന്നാൽ ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന ആരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 14 പേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മരിച്ച 14 പേരും സൗദി പൗരന്മാരാണെന്ന് സൗദി ഊർജ്ജ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഹെലികോപ്റ്റർ തകരാൻ ഇടയായ സാഹചര്യം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. അപകടത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ സൗദി ഊർജ്ജ മന്ത്രാലയം ഉത്തരവിട്ടു. സിവിൽ ഏവിയേഷൻ വിഭാഗവും മറ്റു ബന്ധപ്പെട്ട സുരക്ഷാ വകുപ്പുകളുമായി ചേർന്നാണ് അന്വേഷണം നടത്തുന്നത്. സാങ്കേതിക തകരാറാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ അപകടത്തിന് പിന്നിലെന്ന് അന്വേഷണത്തിന് ശേഷമേ വ്യക്തമാകൂ. ദാരുണമായ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ സൗദി ഊർജ്ജ മന്ത്രാലയം അനുശോചനം അറിയിച്ചു. 24 ജിദ്ദ. 2026 കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷകളിൽ പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിന് ചരിത്ര വിജയം. എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 1ാം റാങ്ക് ഉൾപ്പെടെ ആദ്യ 20 റാങ്കുകളും ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾക്കാണ്. ഫാർമസി വിഭാഗത്തിലെ ആദ്യ 2 റാങ്കുകളും SC വിഭാഗത്തിലെ 1ാം റാങ്കും ബ്രില്യന്റ് സ്വന്തമാക്കി. കേരളത്തിലെ എൻട്രൻസ് പരിശീലന രംഗത്ത് വീണ്ടും ചരിത്രം കുറിച്ച് പാലാ ബ്രില്യന്റ്. ഇത്തവണത്തെ കീം പരീക്ഷയിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ആദ്യ 20 റാങ്കും ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾക്കാണ്. എറണാകുളം അങ്കമാലി സ്വദേശി റോഷൻ രാജുവിനാണ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 1ാം റാങ്ക്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണും ബ്രില്യന്റ് ഡയറക്ടർ സെബാസ്റ്റ്യൻ ജി മാത്യുവും വീട്ടിലെത്തി റോഷനെ അനുമോദിച്ചു. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി ധ്യാൻ തേജ് മണപ്പാട്ടിക്കാണ് 2ാം റാങ്ക്. ബ്രില്യന്റിലെ 1 വർഷത്തെ റിപ്പീറ്റേഴ്സ് ബാച്ചിലൂടെയാണ് ധ്യാനിന്റെ നേട്ടം. തൃശൂർ മാള സ്വദേശിനി വിസ്മയ കെആറിനാണ് 3ാം റാങ്ക്. എറണാകുളം സ്വദേശി രോഹിത് കൃഷ്ണ എച്ചിനാണ് 4ാം റാങ്ക്. തൃശൂർ സ്വദേശി ഗോവിന്ദ് വിനോദ് 5ാം റാങ്കും മൂവാറ്റുപുഴ സ്വദേശി ആൽഫ്രഡ് ജെൻസൺ 6ാം റാങ്കും സ്വന്തമാക്കി. തലശ്ശേരി സ്വദേശി തലാൽ ഷിഹാബുദ്ദീനാണ് 7ാം റാങ്ക്. എറണാകുളം സ്വദേശി കൃഷ്ണ ജെ മേനോൻ 8ാം റാങ്കും സ്വന്തമാക്കി. 9ാം റാങ്ക് സ്വന്തമാക്കിയ ജോഷുവ എസ് എറണാകുളം സ്വദേശിയാണ്. കണ്ണൂർ ഇരിട്ടി സ്വദേശി റിതിൻ രാജ് കെയ്ക്കാണ് 10ാം റാങ്ക്. ഫാർമസി വിഭാഗത്തിലും ബ്രില്യന്റ് തന്നെയാണ് മുന്നിൽ. 1ാം റാങ്ക് നേടിയ തൃശൂർ പോട്ട സ്വദേശി വിനായക് നാരായണനും 2ാം റാങ്ക് നേടിയ തൃശൂർ ഒല്ലൂർ സ്വദേശി ജെസ്സ ജസ്റ്റിനും ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാണ്. SC വിഭാഗത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ തൃശൂർ വിയൂർ സ്വദേശി സൗരവ് സുനിലും ബ്രില്യന്റിലൂടെയാണ് ഈ വിജയം നേടിയത്. ആദ്യ 50 റാങ്കിൽ 48ഉം 100 റാങ്കിൽ 90ഉം ആദ്യ 500 റാങ്കുകളിൽ 380 റാങ്കുകളും പാലാ ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾക്കാണ്. ഉന്നത വിജയം കൈവരിച്ച എല്ലാ പ്രതിഭകളെയും ബ്രില്യന്റ് ഡയറക്ടേഴ്സും അധ്യാപകരും ചേർന്ന് അനുമോദിച്ചു. ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്ത് വീണ്ടും ഹൃദയമാറ്റ ശസ്ത്രക്രിയ. വാഹനാപകടത്തിൽ മരിച്ച തൃശൂർ സ്വദേശി നവോമി വിൻസെന്റിന്റെ ഹൃദയം ദാനം ചെയ്യും. തിരുവനന്തപുരം കിംസിൽ ആശുപത്രിയിൽ നിന്ന് എറണാകുളം ലിസി ആശുപത്രിയിലേക്ക് ഹൃദയം എയർ ആംബുലൻസിലെത്തിക്കും. ഹൃദയമടക്കം നവോമിയുടെ 6 അവയവങ്ങൾ ദാനം ചെയ്യും. അജ്മൽ ദിറാർ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അജ്മൽ, എപ്പോഴാണ് ശസ്ത്രക്രിയ? നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണ്? വിവരങ്ങൾ എന്തൊക്കെ? ഒരിക്കൽ കൂടി സംസ്ഥാനത്ത് ഈ അവയവ ദാനം സംഭവിക്കുകയാണ്. അത് വാഹനാപകടത്തിൽ മരിച്ച തൃശൂർ സ്വദേശി നവോമി വിൻസെന്റിന്റെ ഹൃദയമാണ് നിലവിൽ ദാനം ചെയ്യാൻ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്.
തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്നും എറണാകുളം ലിസി ആശുപത്രിയിലേക്കാണ് ഈ നവോമിയുടെ ഹൃദയം എത്തിക്കുക. എയർ ആംബുലൻസ് വഴി എത്തിക്കുന്ന ഹൃദയം നാളെ രാവിലെ 9 മണിയോടെയാണ് ഇവിടെ നിന്ന് അതിന്റെ നടപടിക്രമങ്ങളൊക്കെ തുടങ്ങുക. കൊട്ടാരക്കരയിൽ വെച്ചുണ്ടായ അപകടത്തിലാണ് ഈ നവോമി പരിക്കേൽക്കുന്നതും പിന്നാലെ ഇന്ന് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതും. കവടിയാറിൽ ജോലിക്ക് പ്രവേശിക്കുന്നതിനായി തൃശ്ശൂരിൽ നിന്നും വരുന്ന വഴിക്ക് കൊട്ടാരക്കരയിൽ വെച്ചാണ് നവോമിയും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുന്നത്. അതിനെ തുടർന്നാണ് അപകടം ഉണ്ടാകുന്നതും ഇപ്പോ മസ്തിഷ്ക മരണം സംഭവിച്ചിരിക്കുന്നതും. നവോമിയുടെ ഹൃദയമടക്കം 6 അവയവങ്ങളാണ് ദാനം ചെയ്യാൻ കുടുംബം തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഹൃദയദാനത്തിന്റെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ നാളെ രാവിലെയോടെ ആരംഭിക്കും. ശരി, നവോമി ഭൂമിയോട് വിട പറയുമ്പോഴും തങ്ങൾ 6 അവയവങ്ങൾ ദാനം ചെയ്തുകൊണ്ട് 6 പേർക്ക് പുതുജീവൻ നൽകുകയാണ്. അജ്മൽ ദിരാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മക്കയിലെ പ്രശസ്തമായ ജബൽ ഒമർ പദ്ധതിയിൽ വിദേശികൾക്കായി താമസ യൂണിറ്റുകൾ വിൽപ്പനയ്ക്ക് വെക്കുന്നു. പുതിയ റിയൽ എസ്റ്റേറ്റ് നിയമപരിഷ്കാരങ്ങൾ പ്രയോജനപ്പെടുത്തി ഈ വർഷം 400 ഹോട്ടൽ താമസ യൂണിറ്റുകളാണ് കമ്പനി വിൽക്കുന്നത്. വിൽപ്പനയിലൂടെ ലഭിക്കുന്ന തുക കമ്പനിയുടെ വലിയ കടബാധ്യതകൾ തീർക്കാൻ ഉപയോഗിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. മക്കയിലെ വിശുദ്ധ ഹറം പള്ളിയോട് ചേർന്നുള്ള ജബൽ ഉമർ പ്രൊജക്ടിൽ ഇനി വിദേശികൾക്ക് നിക്ഷേപം നടത്താം. ഈ പദ്ധതിയിൽ വിദേശികൾക്ക് റിയൽ എസ്റ്റേറ്റ് ഉടമസ്ഥാവകാശം നൽകാനുള്ള നിർദ്ദേശത്തിന് കഴിഞ്ഞ ദിവസം മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് പുതിയ പ്രഖ്യാപനം. ആദ്യഘട്ടത്തിൽ ഈ വർഷം 400 യൂണിറ്റുകൾ വിദേശികൾക്ക് സ്വന്തമാക്കാമെന്ന് കമ്പനി അറിയിച്ചു. ഈ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ച് കമ്പനിയുടെ നിലവിലുള്ള ബാങ്ക് ലോണുകൾ വലിയ തോതിൽ കുറയ്ക്കാൻ സാധിക്കുമെന്ന് ജബൽ ഉമർ ഡെവലപ്മെന്റ് കമ്പനി അറിയിച്ചു. ജബൽ ഉമർ പദ്ധതിയുടെ 7ാമത്തെയും അവസാനത്തെയും ഘട്ട വികസനത്തിനായുള്ള പുതിയ തന്ത്രങ്ങളും കമ്പനി പ്രഖ്യാപിച്ചു. ഇതനുസരിച്ച് വിൽപ്പനയ്ക്കുള്ള ഹോട്ടൽ റെസിഡൻഷ്യൽ യൂണിറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. ഒപ്പം നിർമ്മാണത്തിലിരിക്കെ തന്നെ യൂണിറ്റുകൾ വിൽക്കുന്ന ഓഫ് പ്ലാൻ രീതിയും കമ്പനി നടപ്പിലാക്കും. ഇതുവഴി നിർമ്മാണത്തിനായുള്ള വലിയ നിക്ഷേപങ്ങൾ സ്വന്തം നിലയിൽ കണ്ടെത്തേണ്ടി വരില്ലെന്നാണ് വിലയിരുത്തൽ. പുതിയ പ്ലാൻ കമ്പനിയുടെ സാമ്പത്തിക ലാഭം കൂട്ടുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ 5500-ലധികം ഹോട്ടൽ മുറികളാണ് ജബൽ ഉമറിന് കീഴിലുള്ളത്. 4ാം ഘട്ടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇത് 7700 ഉയരും. വിദേശികൾക്ക് മക്കയിൽ വസ്തു വാങ്ങാൻ അനുമതി നൽകിയ മന്ത്രിസഭാ തീരുമാനം ലോകമെമ്പാടുമുള്ള നിക്ഷേപകരെ ആകർഷിക്കുമെന്നും റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകുമെന്നും കമ്പനി പ്രതീക്ഷിക്കുന്നു. പുതിയ മാറ്റങ്ങൾക്കായി ഔദ്യോഗിക അനുമതികൾ കാത്തിരിക്കുകയാണ് ജബൽ ഒമർ കമ്പനി. ജലീൽ കണമകലം, 24 ജിദ്ദ. പ്രവാസി വിഷയങ്ങളിൽ UDF സർക്കാർ കൃത്യമായ ഇടപെടൽ നടത്തുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഭരണത്തിലേറിയിട്ട് കുറഞ്ഞ കാലമേ ആയിട്ടുള്ളൂ എന്നതിനാലാണ് പ്രവാസി കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ലെന്ന പരാതിക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവാസി വിഷയങ്ങളിൽ മുസ്ലിം ലീഗിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുമെന്നും ജിദ്ദ KMCC സംഘടിപ്പിച്ച ചടങ്ങിൽ സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കി. മുഖ്യമന്ത്രി VD സതീശൻ പ്രവാസി വിഷയങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ലെന്ന് ചിലർ പരാതിപ്പെട്ടതായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. എന്നാൽ ഈ ആക്ഷേപം ശരിയല്ലെന്നും പ്രവാസികളുടെ കാര്യങ്ങളിൽ അങ്ങേയറ്റത്തെ താൽപര്യമാണ് മുഖ്യമന്ത്രിക്കുള്ളതെന്നും സാദിഖ് അലി തങ്ങൾ ജിദ്ദയിൽ വ്യക്തമാക്കി. പ്രവാസി വിഷയങ്ങൾ കൃത്യമായി അറിയുന്ന മുസ്ലിം ലീഗിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ മുഖ്യമന്ത്രി തയ്യാറാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു സാദിഖ് അലി തങ്ങൾ. പ്രവാസികളുടെ വിഷയത്തിൽ വേണ്ടത്ര അദ്ദേഹം ശ്രദ്ധിച്ചിട്ടില്ല എന്ന് ഞാൻ കേട്ടു. അത് കുഴപ്പമില്ല, വന്നിട്ട് 1 മാസമല്ലായിട്ടുള്ളൂ. ഓരോരോ കാര്യങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. പ്രവാസികളുടെ കാര്യത്തിൽ VD സതീശന് അങ്ങേയറ്റത്ത് താല്പര്യമാണ്. പ്രവാസി വിഷയം ഏറ്റവും അറിയുന്നവരാണല്ലോ നമ്മൾ മുസ്ലിം ലീഗ്. നമ്മളങ്ങനെ വിശ്വസിക്കുന്നു. ആ മുസ്ലിം ലീഗുമായിട്ട് മുസ്ലിം ലീഗിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ നമ്മുടെ CM തയ്യാറാകും എന്നുകൂടി നിങ്ങളോട് പങ്കുവെക്കുവാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. കേവലം സമൂഹത്തോട് മാത്രമല്ല കാലത്തോടു കൂടിയാണ് VD സതീശൻ സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാസി വോട്ടവകാശം, പ്രവാസികളുടെ പുനരധിവാസ പദ്ധതികൾ തുടങ്ങിയ കാര്യങ്ങളിൽ UDF സർക്കാർ ശക്തമായി തന്നെ ഇടപെടും. ഒപ്പം എല്ലാ പ്രവാസികളും അവർ ജോലി ചെയ്യുന്ന രാജ്യത്തെ നിയമങ്ങൾ കൃത്യമായി പാലിക്കാൻ ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജിദ്ദ KMCC പ്രസിഡന്റ് അബൂബക്കർ അരിമ്പ്രയുടെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങ്. KMCC സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞുമോൻ കാക്കിയ ഉദ്ഘാടനം ചെയ്തു. ഷറഫുദ്ദീൻ ഹുദവി ആനമങ്ങാട് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ പ്രവാസി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനം സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് കൈമാറി. VP മുസ്തഫ സ്വാഗതവും VP അബ്ദുറഹ്മാൻ നന്ദിയും പറഞ്ഞു. ജലീൽ കണമകലം, 24 ജിദ്ദ.
ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിന്റെ 2025-26 അധ്യയന വർഷത്തെ വാർഷിക അവാർഡ് വിതരണ ചടങ്ങ് നടന്നു. ഇന്ത്യൻ കൗൺസിൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി മുഖ്യാതിഥിയായി. പഠനത്തിലും മറ്റ് കലാകായിക രംഗങ്ങളിലും മികച്ച വിജയം കൈവരിച്ച 6 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ വലിയ ആവേശത്തോടെയാണ് വാർഷിക അവാർഡ് ദിനം ആഘോഷിച്ചത്. ചടങ്ങിൽ ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി മുഖ്യാതിഥിയായിരുന്നു. പത്നി ഫഹ്മീന ഖാൻ, ആബിദ ഖാത്തൂൻ, സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം, പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ഇമ്രാൻ തുടങ്ങിയവർ പങ്കെടുത്തു. പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ കോൺസൽ ജനറൽ അഭിനന്ദിച്ചു. We are here to celebrate excellence, hard work, discipline and achievement. We are here to congratulate students who have performed with distinction. We are here to appreciate teachers whose guidance has shaped these results. We are here to recognize the contribution of the staff members who quietly keep this institution running. അക്കാദമിക് രംഗത്ത് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. 12ാം ക്ലാസ് പരീക്ഷയിൽ 98.8% മാർക്കോടെ 1ാം സ്ഥാനത്തെത്തിയ സഫ മൊഹിദ്ദീൻ ഖാനും 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ ആയിഷ നൂറിൻ ജമാൽ, അബ്ദുറഹ്മാൻ ബിൻ എഹ്തിഷാം എന്നിവരും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. 12ാം ക്ലാസ് പരീക്ഷയിൽ 99.2% മാർക്കോടെ അയാൻ മഹഫൂസ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. നിർജ രാഭാജി ഗായകെ 2ാം സ്ഥാനവും അഹോൻ റോയ് 3ാം സ്ഥാനവും നേടി. 12ാം ക്ലാസ്സിലെ വിവിധ സ്ട്രീമുകളിൽ ഒന്നാമതെത്തിയവരെയും ചടങ്ങിൽ ആദരിച്ചു. കായിക രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെയും പ്രത്യേക പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. 24 ജിദ്ദ. പ്രമുഖ റീറ്റെയിൽ ശൃംഖലയായ നെസ്റ്റോ ഗ്രൂപ്പിന് പരിസ്ഥിതി സൗഹൃദ അംഗീകാരം. IT കമ്പനിയായ ക്യൂബ് ഇന്നോവേറ്റേഴ്സ് ടെക്നോളജീസ് നൽകുന്ന ഗോ ഗ്രീൻ സസ്റ്റൈനബിലിറ്റി പുരസ്കാരത്തിനാണ് നെസ്റ്റോ ഗ്രൂപ്പ് അർഹരായത്. കോർപ്പറേറ്റ് ഓഫീസിലെ പ്രവർത്തനം പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റിയതിലൂടെ വർഷം തോറും 15 ലക്ഷത്തോളം പേപ്പറുകളുടെ ഉപയോഗം ഒഴിവാക്കാൻ നെസ്റ്റോയ്ക്ക് സാധിച്ചു. പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗ്രീൻ ഹോപ്പ് ഇനീഷ്യേറ്റീവ്, ഗ്രീൻ വെയർഹൌസ്, ഗ്രീൻ എമിറേറ്റ് ഇനീഷ്യേറ്റീവ് തുടങ്ങിയ വിവിധ പദ്ധതികളും നെസ്റ്റോ നടപ്പിലാക്കി വരുന്നുണ്ട്. പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം പരിസ്ഥിതി സൗഹൃദമായ റീറ്റെയിൽ ശൃംഖല കെട്ടിപ്പടുക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് നെസ്റ്റോ അധികൃതർ വ്യക്തമാക്കി. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ അംഗീകാരം യഥാർത്ഥത്തിൽ ഒരു ഡിജിറ്റലൈസേഷൻ, കംപ്ലീറ്റ് നമ്മുടെ പ്രോസസ്സ് ഡിജിറ്റലൈസേഷൻ ചെയ്തു എന്നതിനുള്ള ഒരു അംഗീകാരമാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് UAE സൂപ്പർ മാർക്കറ്റ് മേഖലയിൽ കംപ്ലീറ്റ് പ്രോസസ്സുകൾ ഡിജിറ്റലൈസ് ചെയ്യുന്ന ആദ്യത്തെ സ്ഥാപനമാണ് നെസ്റ്റോ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സൗദി അറേബ്യയിലെ വേനൽ അവധിക്കാല സീസൺ പ്രമാണിച്ച് ജിദ്ദയിൽ 500-ലധികം പൊതു പാർക്കുകൾ സന്ദർശകർക്കായി സജ്ജമാക്കി. പാർക്കുകൾക്ക് പുറമെ 5 പ്രമുഖ വാട്ടർ ഫ്രണ്ടുകളും നീന്തലിനായുള്ള ബീച്ചുകളും അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി തുറന്നു നൽകി. സന്ദർശകരുടെ സുരക്ഷ ഉറപ്പാക്കാനും സേവനങ്ങളുടെ ഗുണനിലവാരം നിലനിർത്താനും ജിദ്ദ മുനിസിപ്പാലിറ്റി വിപുലമായ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. സൗദിയിലെ 2026 വേനൽക്കാല വിനോദസഞ്ചാര സീസൺ വലിയ രീതിയിൽ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജിദ്ദ മുനിസിപ്പാലിറ്റി. ഇതിന്റെ ഭാഗമായി നഗരത്തിലെ പൊതു സൗകര്യങ്ങളും വാട്ടർ ഫ്രണ്ടുകളും ബീച്ചുകളും വലിയ രീതിയിൽ നവീകരിച്ചു. 500-ലധികം പാർക്കുകൾ സന്ദർശകരെ സ്വീകരിക്കാൻ പൂർണ്ണമായും സജ്ജമായി. ബീച്ചുകളിലെത്തുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ലൈഫ് ഗാർഡുകളെയും ഫീൽഡ് സൂപ്പർവൈസർമാരെയും നിയോഗിച്ചു. സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കടൽ തീരങ്ങളിലും റിസോർട്ടുകളിലും കർശന പരിശോധന നടക്കും. തിരക്കേറിയ സ്ഥലങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ ജീവനക്കാരെ വിന്യസിച്ചു. കായിക പ്രേമികൾക്കായി സൈക്ലിംഗ് ട്രാക്കുകളും കളിസ്ഥലങ്ങളും സജ്ജമാക്കി. അവധിക്കാലം ആസ്വദിക്കാനെത്തുന്നവർക്കായി ജിദ്ദയിലെ പ്രധാന ആകർഷണങ്ങളായ പ്രിൻസ് മാജിദ് പാർക്ക്, അൽ സജ പാർക്ക്, അൽ അജ്വാദ് പാർക്ക് എന്നിവ വിപുലമായ സൗകര്യങ്ങളോടെയാണ് ഒരുങ്ങിയത്. ഇതിൽ പ്രിൻസ് മാജിദ് പാർക്കിൽ കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമായി വലിയ കളിസ്ഥലങ്ങളും വിനോദ പരിപാടികളും ഉണ്ടാകും. വൈവിധ്യമാർന്ന കായിക സൗകര്യങ്ങളും നടപ്പാതകളും നിറഞ്ഞതാണ് അൽ സജ പാർക്ക്. ശാന്തമായ അന്തരീക്ഷത്തിൽ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി അൽ അജ്വാദ് പാർക്കും എല്ലാവിധ സേവനങ്ങളോടെയും തുറന്നുകൊടുത്തു. ഈ പാർക്കുകളിലെല്ലാം തന്നെ വിനോദ പരിപാടികളും പ്രത്യേക പ്രോഗ്രാമുകളും ഈ സീസണിൽ നടക്കും. ഇതിനൊപ്പം റെസ്റ്റോറന്റുകൾ, മാളുകൾ, കച്ചവട സ്ഥാപനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേക പരിശോധനകളും നടക്കും. നിയമലംഘനങ്ങൾ കണ്ടാൽ പൊതുജനങ്ങൾക്ക് ബലദി ആപ്പ് വഴിയോ 940 എന്ന നമ്പരിലോ അധികൃതരെ വിവരം അറിയിക്കാം. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. വേനൽ കനത്തതോടെ വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന നിർദ്ദേശം ശക്തമാക്കി ദുബായ് പോലീസ്.
ചെറിയ അറ്റകുറ്റപ്പണികൾ സമയത്ത് തന്നെ പരിഹരിക്കണം. അനധികൃത മോഡിഫിക്കേഷൻ ഒഴിവാക്കണമെന്നും നിർദ്ദേശം നൽകി. വേനൽക്കാലം കനത്തതോടെ താപനില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് ദുബായ് പോലീസ് മുന്നറിയിപ്പ് ശക്തമാക്കിയത്. വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ഗൗനിക്കാതെയുള്ള യാത്രകളും അതുണ്ടാക്കുന്ന അപകടങ്ങളും വർദ്ധിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ വർഷത്തെ ആദ്യ 5 മാസങ്ങളിൽ വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ട് 3589 നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തിയതായി ദുബായ് പോലീസിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. സുരക്ഷാ ആവശ്യകതകൾ പാലിക്കാതെ വാഹനമോടിച്ചതിന് 1737 കേസുകളും സഞ്ചാരി യോഗമല്ലാത്ത വാഹനങ്ങൾ ഓടിച്ചതിന് 1026 കേസുകളും കാലാവധി കഴിഞ്ഞ ടയറുകൾ ഉപയോഗിച്ച് വാഹനമോടിച്ചതിന് 826 നിയമലംഘനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. വേനൽക്കാലത്ത് ഡ്രൈവർമാർ വാഹനങ്ങൾ പതിവായി പരിശോധിക്കണമെന്നും വാഹനം ഓടിക്കുന്നതിന് മുൻപ് എല്ലാ സുരക്ഷാ ആവശ്യകതകളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും ദുബായ് പോലീസ് ട്രാഫിക് ജനറൽ വകുപ്പ് ഡയറക്ടർ ബ്രിഗേഡിയർ ജുമാ സലേം ബിൻ സുവൈദാൻ പറഞ്ഞു. വാഹനങ്ങളിൽ അനധികൃത മോഡിഫിക്കേഷനുകൾ നടത്തുന്നതിനെതിരെ ബ്രിഗേഡിയർ മുന്നറിയിപ്പ് നൽകി. അത്തരം മാറ്റങ്ങൾ പലപ്പോഴും മെക്കാനിക്കൽ തകരാറുകൾ ഉണ്ടാക്കുമെന്നും വാഹനം തീപിടിക്കുന്നതിന് പ്രധാന കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കാലയളവിൽ UAE ഉടനീളം പോലീസ് ഗതാഗത അവബോധവും എൻഫോഴ്സ്മെന്റ് ക്യാമ്പയിനുകളും ശക്തമാക്കുന്നുണ്ടെന്നും പഴകിയതോ കാലാവധി കഴിഞ്ഞതോ ആയ ടയറുകളിൽ ഓടുന്ന വാഹനങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റോഡിലുള്ള എല്ലാവർക്കും സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ വാഹനമോടിക്കുന്നവർ പതിവ് അറ്റകുറ്റപ്പണി പരിശോധിക്കണമെന്നും കൃത്യസമയത്ത് അത് നടപ്പിലാക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു. സ്കൂൾ അവധി ആരംഭിക്കാനിരിക്കെ നിരവധി ആളുകൾ ദീർഘദൂര യാത്രകൾക്ക് തയ്യാറെടുക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ മുന്നറിയിപ്പ്. 24 ദുബായ്. മയക്കുമരുന്ന് സംഘങ്ങളെ പിടികൂടാൻ തെർമൽ സെൻസറുകളുള്ള K9 വാഹനങ്ങൾ പുറത്തിറക്കി ദുബായ് കസ്റ്റംസ്. ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വാഹനങ്ങളാണ് പുറത്തിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 5 മാസത്തിനുള്ളിൽ ദുബായ് കസ്റ്റംസ് 406 കിലോ മയക്കുമരുന്നാണ് പിടികൂടിയത്. മയക്കുമരുന്ന് കടത്തിനും മറ്റ് അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾക്കുമെതിരെ എമിറേറ്റിന്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായാണ് ദുബായ് കസ്റ്റംസ് തങ്ങളുടെ K9 യൂണിറ്റിനായി പുതിയ ഹൈടെക് വാഹനങ്ങൾ പുറത്തിറക്കിയത്. ദേശീയ മയക്കുമരുന്ന് വിരുദ്ധ കൗൺസിലിന്റെ നേതൃത്വത്തിൽ UAEയുടെ രാജ്യവ്യാപക മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിനായ യുണൈറ്റഡ് ടു ഇറാഡിക്കേറ്റ് ദി സ്കോർജിന്റെ ഭാഗമായാണിത്. K9 യൂണിറ്റിന്റെ കസ്റ്റംസ് പരിശോധനകൾ നവീകരിക്കുന്നതിനും പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ദുബായ് കസ്റ്റംസിന്റെ വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമായാണ് പുതിയ വാഹനങ്ങൾ. അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച ഈ വാഹനങ്ങൾ ഫീൽഡ് പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കസ്റ്റംസ് നായ്ക്കളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള നൂതന സ്മാർട്ട് സാങ്കേതിക വിദ്യകൾ കൊണ്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. നായ്ക്കളെ അവയുടെ കെനലിനുള്ളിൽ നിരീക്ഷിക്കുകയും റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്ന ക്യാമറകൾ, ഡ്രൈവർ ശ്രദ്ധാ നിരീക്ഷണ സംവിധാനങ്ങൾ, കെന്നൽ താപനില തുടർച്ചയായി ട്രാക്ക് ചെയ്യുന്ന തെർമൽ സെൻസറുകൾ എന്നിവ സവിശേഷതകളിൽ ഉൾപ്പെടുന്നു. താപനില സുരക്ഷിത പരിധി കവിയുകയാണെങ്കിൽ ഡ്രൈവർക്കും സഹായിക്കും തൽക്ഷണ അലേർട്ടുകൾ അയക്കും. കനത്ത ഗതാഗത കുരുക്കിലോ അടിയന്തര സാഹചര്യങ്ങളിലോ പരിശോധനാ സ്ഥലങ്ങളിൽ വേഗത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുന്നതിന് വാഹനങ്ങൾക്ക് പ്രത്യേക അടിയന്തര നമ്പർ പ്ലേറ്റുകൾ നൽകിയിട്ടുണ്ട്. നിലവിൽ ദുബായ് കസ്റ്റംസിന്റെ സെൻട്രൽ ഓപ്പറേഷൻസ് റൂമുമായി ഇവ സംയോജിപ്പിച്ചിരിക്കുന്നു. വാഹനങ്ങളിൽ സ്വതന്ത്രമായി എയർ കണ്ടീഷൻ ചെയ്ത കെനലുകൾ, ഓട്ടോമേറ്റഡ് വാട്ടർ ഡിസ്പെൻസറുകൾ, ഫീഡിംഗ് ബൗളുകൾ, നോൺ സ്ലിപ്പ് ഫ്ലോറിംഗ്, സംയോജിത ആക്സിസ് റാമ്പുകൾ, 3 അടിയന്തര എക്സിറ്റുകൾ, പരിശോധനാ ഉപകരണങ്ങൾക്കുള്ള സംഭരണം, പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ എന്നിവ ഉൾപ്പെടുന്നു. പുതിയ K9 ഫ്ലീറ്റ് തങ്ങളുടെ പരിശോധനാ സംവിധാനത്തിന് ഒരു ഗുണപരമായ കൂട്ടിച്ചേർക്കലാണെന്നും പ്രതികരണ വേഗത വർദ്ധിപ്പിക്കുകയും ഫീൽഡ് സന്നദ്ധതയെ പിന്തുണയ്ക്കുമെന്നും ദുബായ് കസ്റ്റംസ് വ്യക്തമാക്കി. 24 ദുബായ്. ഫിഫ ലോകകപ്പിന്റെ ഗ്ലോബൽ അക്കോമഡേഷൻ ടീമിന്റെ ഭാഗമായി മലയാളിയായ വർഗീസ് എടാട്ടുകാരൻ ടീം ബേസ് ക്യാമ്പുകൾ ഉൾപ്പെടെ VIP അക്കോമഡേഷന്റെ ചുമതല വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ്. തൃശൂർ മാളയിൽ നിന്ന് സ്വിറ്റ്സർലാൻഡിലെ സ്യൂറിക്കിൽ 2001 വർഗീസ് എടാട്ടുകാരൻ എത്തിയത്. ഇതോടെ ഗൾഫ് ടുഡേ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.